ചൈന പാകിസ്ഥാൻ കൂട്ടുകെട്ടിൽ നിന്നുള്ള ദ്വിമുഖ യുദ്ധഭീഷണിയെ നേരിടാൻ സാങ്കേതിക വിദ്യയും നയതന്ത്രവും സമുദ്രതന്ത്രങ്ങളും ഒരുമിച്ചുപയോഗിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിരോധശേഷി പുനർനിർമ്മിച്ച് ശക്തിപ്പെടുത്താനുള്ള നിർണായക നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന വലിയൊരു പ്രതിരോധ ശക്തിയായ ഇന്ത്യക്ക് മുന്നിൽ ധാരാളം വെല്ലുവിളികളും ഉയർന്നു വരുന്നുണ്ട്. ഇക്കാലമത്രയും പാകിസ്ഥാൻ മാത്രമായിരുന്നു രാജ്യത്തിന് പ്രധാന സുരക്ഷാ വെല്ലുവിളി ഉയർത്തിയിരുന്നതെങ്കിൽ ഇന്നത് ആ രാജ്യത്തിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനേക്കാൾ വലിയ വെല്ലുവിളിയായി ചൈന രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ചൈനയും പ്രതിരോധ രംഗത്ത് വലിയ ചുവടുവയ്പ്പുകൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ സൈനിക ആധുനികവൽക്കരണത്തിന്റെ കാര്യത്തിലും ആയുധ ശേഖരണത്തിലും ഇന്ത്യ ചടുല വേഗതയിലുമാണ്. ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി തെല്ലും പിന്നിലല്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് സൈനിക ശേഷിയിൽ വലിയ കുതിപ്പും സ്ഥിരതയുമാണ് ഇന്ത്യ പ്രകടമാക്കി വരുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിന് ഭരണകൂടം പരിപൂർണ പിന്തുണയാണ് നൽകി വരുന്നത്. ഈ രംഗത്തെ നിക്ഷേപങ്ങൾക്കായി വലിയ തുകയും കേന്ദ്ര സർക്കാർ മാറ്റിവെക്കുന്നു. ഭാവിയിൽ ഇന്ത്യ നേരിടേണ്ടി വരിക ദ്വിമുഖ യുദ്ധഭീഷണിയാണ്. അതായത് പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഇന്ത്യക്കെതിരെ നടത്താൻ സാധ്യതയുള്ള തന്ത്രപരമായ സമ്മർദ്ദം. വടക്കൻ അതിർത്തിയിൽ ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമിയും പടിഞ്ഞാറ് പാകിസ്ഥാൻ സൈന്യവും ഇന്ത്യക്ക് ഉയർത്തുന്ന ഭീഷണികൾ തെല്ലൊന്നുമല്ല. ഇത് മുൻനിർത്തിയാണ് രാജ്യം പ്രതിരോധ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി വരുന്നത്. അത്തരത്തിലുള്ള ഒരു ശ്രദ്ധേയ മാറ്റമാണ് കര, വ്യോമ, നാവിക സേനകളെ ഏകോപിപ്പിച്ച് രാജ്യം രൂപീകരിച്ചിരിക്കുന്ന തിയേറ്റർ കമാൻഡുകൾ. ചൈനയും പാകിസ്ഥാനും സംയുക്തമായി ഇന്ത്യക്ക് നേരെ തിരിഞ്ഞാൽ അത് വെറും രണ്ടതിർത്തികളിൽ മാത്രം നടക്കുന്ന യുദ്ധത്തിൽ അവസാനിക്കില്ല. മറിച്ച് ചൈനയുടെ ആധുനിക സാങ്കേതിക ശക്തിയും പാകിസ്ഥാന്റെ ഭൗമ സാഹചര്യവും ഒന്നിക്കുന്ന സങ്കീർണമായ യുദ്ധ സാഹചര്യമാകും അതിലൂടെയുണ്ടാവുക. ചൈന ഇന്റലിജന്റ് വാർഫെയർ എന്ന ആശയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോണുകൾ, ഉപഗ്രഹ ശൃംഖലകൾ എന്നിവയിലൂടെ യുദ്ധഭൂമിയെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളിലേക്കാണ് ഇന്റലിജൻസ് വാർഫെയർ എന്ന ആശയത്തിലൂടെ ചൈന തിരിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ് ചൈനയുടെ ഉൽപാദനശേഷിയുമായി പൊരുത്തപ്പെടാൻ പരിശ്രമിച്ചു വരുന്നു. 2025 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ചു. പാകിസ്ഥാനെ പിന്തുണച്ച് ചൈന നൽകിയ തത്സമയ വിവര സഹായം യുദ്ധത്തിന്റെ ഗതിയെ സ്വാധീനിച്ചുവെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആ സമ്മർദ്ദങ്ങളെ ചെറുത്തു. ചൈന പാകിസ്ഥാനെ തന്റെ ആയുധങ്ങൾ പരീക്ഷിക്കുന്ന വേദിയായി ഉപയോഗിക്കുന്നുവെന്ന വിലയിരുത്തലുകളും അതോടെ ശക്തമായി. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യക്ക് പുതിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. ഇറാൻ ഉപയോഗിച്ച കോസ്റ്റ് ഇമ്പോസിഷൻ ഡിറ്ററൻസ് അതിന് വലിയൊരു ഉദാഹരണമാണ്. കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് വില കൂടിയ പ്രതിരോധ സംവിധാനങ്ങളെ ക്ഷയിപ്പിക്കുന്ന രീതിയാണ് അതിലൂടെ ഇറാൻ നടപ്പാക്കിയത്. അതും ഇന്ത്യക്ക് പഠിക്കാവുന്ന വലിയ തന്ത്രമാണ്. സാച്ചുറേഷൻ അറ്റാക്ക് വഴി ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ച് ശത്രുവിന്റെ പ്രതിരോധം തകർക്കുന്ന രീതിയും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയമായി മാറി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലെ മറ്റൊരു ശ്രദ്ധേയ വസ്തുത ഇറാൻ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം കടുപ്പിച്ചതാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഇറാന് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ വലിയ സമ്മർദ്ദം ചെലുത്താനുമായി. ഇതുപോലെ വരും ഭാവിയിൽ മലാക്ക കടലിടുക്ക് ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ ആയുധമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈനയുടെ ഊർജ ഇറക്കുമതിയുടെ വലിയൊരു പങ്കും ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വഴി ഇന്ത്യക്ക് ഈ ഗതാഗതത്തെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമാകും. ആന്റി ആക്സസ് ഏരിയ ഡിനയൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ശത്രുവിന്റെ സമുദ്ര നീക്കങ്ങളെ തടയാനും ഇന്ത്യക്കാകും. അങ്ങനെ നേരിട്ടുള്ള യുദ്ധമല്ലാതെ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്ന മാർഗങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഇന്ത്യ ഭാവി യുദ്ധങ്ങൾ മുൻനിർത്തി സൈനിക പുനഃസംഘടനയിലേക്ക് കടന്നിരിക്കുകയാണ്. പൊടുന്നനെയുള്ള യുദ്ധങ്ങൾക്കായി ഒട്ടും സമയം കളയാതെ സദാ സന്നദ്ധരായിരിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിൽ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ രൂപീകരിച്ചു വരികയാണ്. പരമ്പരാഗതമായുള്ള വലിയ സൈനിക വിഭാഗങ്ങൾക്ക് പകരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നീങ്ങാവുന്നതുമായ യൂണിറ്റുകളാണ് ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ. 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധസജ്ജരാകാൻ ഈ ചെറു സേനാ വിഭാഗങ്ങൾക്കാകും. സമുദ്രമേഖലയിൽ പ്രൊജക്ട് 75I വഴി ആധുനിക മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കുന്നതിനായി ഇന്ത്യ നടത്തുന്ന ശ്രമം ചൈനയുടെ സമുദ്ര പ്രതിരോധത്തെ ചെറുക്കാനുള്ള സുപ്രധാന നീക്കമാണ്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മുങ്ങിക്കപ്പലുകൾ രംഗത്തിറക്കുന്നതോടെ കൂടുതൽ ദൈർഘ്യമേറിയ ദൗത്യങ്ങൾ നടത്താൻ ഇന്ത്യൻ
നാവികസേനയ്ക്കാകും. സൈനിക മേഖലയിലുള്ള നിർണായക നീക്കങ്ങൾ കൂടാതെ മറ്റ് സുപ്രധാന കാര്യങ്ങളിലും ഇന്ത്യ അതീവ ശ്രദ്ധയാണ് പുലർത്തി വരുന്നത്. യുദ്ധകാലത്ത് ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന വലിയ വെല്ലുവിളികളിലൊന്നാണ് ഊർജ്ജ സുരക്ഷ. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ വലിയൊരു പങ്കും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത് എന്നത് തന്നെയാണ് അതിന് കാരണം. അതിനാൽ തന്നെ രാജ്യം നിലവിൽ ഏതെങ്കിലും 1-2 രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് മാറി പല രാജ്യങ്ങളെ ആശ്രയിക്കുന്ന തന്ത്രപ്രധാന നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇറക്കുമതി വ്യാപിപ്പിച്ചതും സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവുകളും ഊർജ്ജ രംഗത്ത് രാജ്യത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. നയതന്ത്ര സഖ്യങ്ങളും അതുപോലെ തന്നെ പ്രധാനമാണ്. ക്വാഡ് സഖ്യത്തിലൂടെ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ ഇന്തോ പസഫിക് മേഖലയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തിവരികയാണ്. ഇങ്ങനെയൊക്കെ ബഹുമുഖ തന്ത്രങ്ങൾ അവലംബിച്ചുകൊണ്ട് ഭാവി യുദ്ധങ്ങൾ മുൻനിർത്തി ഇന്ത്യ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനായുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.